സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണുന്നത് മുഴുവൻ ഓരോ കോച്ചിങ് ക്ലാസ്സുകാരുടെ വീഡിയോ ആണ്. ഇനി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് നോക്കാന്ന് വെച്ചാൽ അവിടെയുണ്ട് സ്പോൺസേഡ് കോണ്ടന്റ്. ഇവരെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കുക? ഈ അടുത്തല്ലേ റാങ്കൊക്കെ ക്ലെയിം ചെയ്യുന്നതിൽ ഇവരൊക്കെ കുറെ അധികം തിരിമറി നടത്തുന്നുണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ വന്നത്. ഇവരെന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റിങ്ങിനൊക്കെ കുറെ അധികം കാശ് ചെലവാക്കി ഒരു വ്യവസായമായിട്ട് തന്നെ വളർന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമ്മളുടെ കരിയറിലെ വലിയൊരു സ്റ്റെപ്പാണ്. ഇവിടെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇതിന് പ്രിപ്പയർ ചെയ്തോളൂ, നിങ്ങൾക്ക് വളരെ നല്ലൊരു കരിയർ കിട്ടും. അതേസമയം ചിലർ പറയുന്നുണ്ട് ഇതിനൊന്നും പോയി നിങ്ങളുടെ സമയം കളയല്ലേ, ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ഇത് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണെന്ന്. എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് സിവിൽ സർവീസസ് നേടുക എന്നുള്ളത് ഡിഫിക്കൽട്ടായി മാറുന്നത്? എന്തൊക്കെയാണ് നമ്മൾ സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് മുന്നറിയിപ്പായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ? എങ്ങനെയാണ് നമുക്ക് സിവിൽ സർവീസസിനെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? എന്തൊക്കെ ബുക്കുകളാണ് നോക്കേണ്ടത്? എങ്ങനെയാണ് ഈ പരീക്ഷയുടെ ഷെഡ്യൂള്? എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു സിവിൽ സർവീസസ് ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സിവിൽ സർവീസസ് പ്രിപ്പറേഷന് ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ അടുത്താണ് ഞാനൊരു സിവിൽ സർവീസസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ കണ്ടത്. ആ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ അവർ പറയുന്നത് സിവിൽ സർവീസസ് ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല ശമ്പളം കിട്ടും. ശമ്പളം ഇത്തിരി കുറഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് കുറെ അധികം സൗകര്യങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ചുവന്ന ലൈറ്റുള്ള കാറ് കിട്ടും. ഇതൊക്കെ സിവിൽ സർവീസസ് ഉദ്യോഗത്തെ വളരെയധികം ആകർഷണീയമാക്കുന്നുണ്ടെന്ന്. ഇതൊന്നും കണ്ട് ഒരിക്കലും നിങ്ങൾ സിവിൽ സർവീസസ് പ്രിപ്പറേഷനിലോട്ട് വരരുത്. ഇതൊരു ഗ്ലാമറസ് ജോബാണെന്ന് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാനല്ല പറയുന്നത്. കേരളത്തിലെ തന്നെ പ്രമുഖനായ സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥനായ PB നൂഹ് IAS അദ്ദേഹം കൊടുക്കുന്ന ഒട്ടുമിക്ക ഇന്റർവ്യൂകളിലും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു ഗ്ലാമറസ് ജോബാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് MBAക്ക് പോവാം. MBA കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല പേയ്മെന്റ് കിട്ടും. ആ പേയ്മെന്റ് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാവുന്നതാണ്. ഈ ഒരു സിവിൽ സർവീസസ് ഉദ്യോഗത്തിലോട്ട് നിങ്ങൾ വരുമ്പോൾ ഈ രാജ്യത്തിനായിട്ട് കുറെ അധികം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, ഈ ഒരു രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ മാത്രമേ നിങ്ങൾ ഇതിലോട്ട് വരാൻ പാടുള്ളൂ. അൺഅക്കാഡമിയുടെ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി എന്നൊരു സീരീസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഡേ ടു ഡേ ഷെഡ്യൂളിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണാം. നിങ്ങൾ ചിലപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോയി രാത്രി വളരെ ലേറ്റ് ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചു കയറി വരുമ്പോഴും നിങ്ങൾക്ക് കുറെ അധികം പെൻഡിങ് ഫയൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളിൽ പോലും ഒരു മന്ത്രിയുടെയോ മറ്റോ ചടങ്ങുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ടി വരും. അന്ന് അവധിയാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. ഒരു എലക്ഷനോ അല്ലെങ്കിൽ ആ റീജിയനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ 24/7 വർക്ക് ചെയ്യേണ്ടി വരും. ഒരു കളക്ടർക്കോ IPS ഉദ്യോഗസ്ഥനോ ഒക്കെ കുറെ അധികം ഡ്യൂട്ടീസ് അസൈൻഡ് ആണ്. പൊളിറ്റിക്കൽ പ്രഷേഴ്സ് പലതും ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന IAS IPS പോലുള്ള പോസ്റ്റുകൾ ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതും IAS ഒക്കെ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് 70 റാങ്കിനുള്ളിലൊക്കെ വരണം. കേരള കേഡറിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിലും മികച്ച റാങ്ക് ഉണ്ടാവണം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന ഒരു അതിയായ ആഗ്രഹത്തോടു കൂടെ വേണം നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാനായിട്ട്, ഈ ഒരു പ്രൊഫഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊഫഷനിൽ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ സൗകര്യങ്ങളും ശമ്പളവും കാറും കാര്യങ്ങളും ഒന്നും കണ്ട് നിങ്ങൾ ഇതിലോട്ട് വരരുത്. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രൊഫഷനിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സൽ ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യപ്പെടാൻ പോകുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഫിനാൻഷ്യൽ ബാക്കപ്പിനെ കുറിച്ചുമാണ്. ഇവിടെ വളരെ നല്ല രീതിയിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയൊക്കെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ അതേസമയം ഇന്ന് കുറെ അധികം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. കഴുത്തറുത്ത് പലിശയ്ക്ക് കൊടുത്തിരുന്നവർ പോലും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മുതലാളികളാണ്. കാരണം കേരളത്തിലെ എഡ്യൂക്കേഷൻ വലിയൊരു ബിസിനസ്സാണ്. ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ സ്റ്റഡി എബ്രോഡ്, പുറത്തേക്ക് അയക്കല്, ഇതാണ് ഇപ്പോൾ ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്. അവിടെയൊക്കെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവും.
നിങ്ങൾക്ക് ഇപ്പൊ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് പലപ്പോഴും ഒരു ഫ്ലിപ്കാർട്ടിലെ ഓഫർ പോലെയായിട്ട് മാറിയിരിക്കുകയാണ്. വെറുതെ പോയി പരീക്ഷ എഴുതിയാൽ പോലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഫ്ലിപ്കാർട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ 50% ഡിസ്കൗണ്ട് വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ശരിക്കുള്ള വില അവര് പ്രോപ്പറായിട്ട് കാണിക്കാതെ കുറച്ച് കൂട്ടി കാണിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും ആ ഡിസ്കൗണ്ട് തരുന്നുണ്ടാവുക. അതുപോലെ വെറും ഡിസ്കൗണ്ട് ആണ് ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും സ്കോളർഷിപ്പ് എന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കൊരു PCM ബാച്ചിനായിരിക്കും, അതായത് ഇതിന്റെ ജനറൽ സ്റ്റഡീസ് എന്നൊരു ഭാഗമുണ്ട്, അതിനായിരിക്കും ചിലപ്പോൾ അവർ സ്കോളർഷിപ്പ് തരിക. ഓപ്ഷനല്ല നിങ്ങൾ വേറെ തുക കണ്ടെത്തേണ്ടി വരും. 25,000 മുതൽ 30,000 വരെയൊക്കെ നിങ്ങൾ ഓപ്ഷണലായിട്ട് കണ്ടെത്തേണ്ടി വരും. പിന്നെ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ മാസം നിങ്ങൾക്ക് റെന്റും കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ചെലവുകളൊക്കെ കൂട്ടി റീഡിംഗ് റൂം എന്നൊക്കെ പറഞ്ഞ എല്ലാ ചെലവുകളും കൂട്ടി ഒരു 10,000 രൂപയൊക്കെ ചെലവ് വരും. ഒരു കൊല്ലത്തേക്ക് 1,20,000 രൂപ വേണം. ഇവിടെയാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു സിവിൽ സർവീസസ് ആസ്പിരന്റിന് പലപ്പോഴും വിജയിക്കുന്നവർക്ക് പോലും 3ാമത്തെ അറ്റംപ്റ്റിലൊക്കെയാണ് ഓൺ ആൻ ആവറേജ് കിട്ടുന്നത്. അപ്പൊ 3 കൊല്ലത്തേക്ക് ഇത്തരം ചെലവുകളൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയണം. ഇവിടെ ഈ ഒരു എന്താ പറയാ റെന്റും കാര്യങ്ങളും മാത്രമല്ല, നിങ്ങൾക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസ് അങ്ങനെ ടെസ്റ്റ് സീരീസുകൾക്കും ഓരോ വർഷങ്ങളിലും വേറെ തുകകളും ചെലവായിട്ട് വരും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്ത 3 കൊല്ലത്തേക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ സേഫ് ആണ്, ഫിനാൻഷ്യൽ ബാക്കപ്പ് പ്രോപ്പറായിട്ട് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ഏജിൽ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലെ പശ്ചാത്തലമായിരിക്കില്ല ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവുക. നിങ്ങളുടെ പശ്ചാത്തലവും മാറിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടി വേണം നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങാനായിട്ട്. വളരെ ഫിനാൻഷ്യലി ഏബിൾ ആയിട്ടുള്ളവർക്ക്, എലീറ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് അടിപൊളിയായിട്ട് നേടി പ്രത്യേകിച്ച് സാലറി ഒന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ സാധാരണക്കാർക്ക് 2ാമത്തെ 3ാമത്തെ അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോൾ അവർ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കൂടി കുറെ അധികം കഷ്ടപ്പെടേണ്ടി വരും. അതിൻ്റെ ഇടയിൽ അവരുടെ പ്രിപ്പറേഷൻ മോശമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഈ ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുമ്പോഴും മറ്റ് പല ചെലവുകൾ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരത്ത് പോയി പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്നും പ്രിപ്പയർ ചെയ്യാം. അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവണം. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഡിസിഷൻസ് പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിസിഷൻസ് സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ കൊല്ലം ഞാൻ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, അതിനുശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ബാക്കപ്പ് പ്ലാൻ ആണ്. ഈ ബാക്കപ്പ് പ്ലാൻ എന്ന് ഞാൻ പറയുന്നത് കരിയർ ബാക്കപ്പ് പ്ലാൻ ആണ്. നിങ്ങൾക്ക് 99% വിശ്വാസം ഉണ്ടാവും നിങ്ങൾ എന്തായാലും സിവിൽ സർവീസ് അടിക്കുന്നു. പക്ഷെ സ്റ്റിൽ 1% ചാൻസ് ഉണ്ടാവുമല്ലോ. ആ 1%ന്റെ ഭാഗത്ത് നിങ്ങൾ റിസ്ക് എടുക്കരുത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഈ ഒരു സിവിൽ സർവീസസ് കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. അതൊരു ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസ് ആയിരിക്കാം. അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോകുമ്പോൾ നിങ്ങൾ വളരെ ഡൗൺ ആയി പോകും. നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന പലരും ചിലപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേജിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ട പല സന്ദർഭങ്ങളും വരും. ആ ഒരു സമയത്ത് ഈ ബാക്കപ്പ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജോബ് ആയിക്കോട്ടെ, ഹയർ സ്റ്റഡീസ് ആയിക്കോട്ടെ, ഇൻ കേസ് എനിക്കിത് കിട്ടിയില്ലെങ്കിൽ അവിടെയും എനിക്ക് പോകാം എന്ന ഒരു പ്ലാൻ ബി വെക്കുന്നത് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനെയും സെക്യൂർ ആയി മാറ്റും. നിങ്ങളുടെ കുറെ അധികം ടെൻഷൻ കുറയ്ക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഈ ബാക്കപ്പ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞത് സിവിൽ സർവീസസിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനൊന്നുമല്ല. ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവര് ആകർഷണങ്ങൾ മാത്രമേ എടുത്ത് പറയുള്ളൂ, ഇതിനെക്കുറിച്ച് ഒന്നും എടുത്ത് പറയില്ല. ഇത് വളരെയധികം ഒരു ടെസ്റ്റ് മാച്ച് പോലെ കളിക്കേണ്ട, പലരും പറയാറുണ്ട്, വളരെയധികം പെർസീവറൻസ് വേണ്ട ഒരു പ്രിപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ ജോലിയിലോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം ക്ഷമയൊക്കെ വേണം. അതിന് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർഡ് ആയിരിക്കണം, ഇപ്പോഴേ നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്, നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ സിവിൽ സർവീസസ് എന്ന മേഖല.
ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷന്റെ ആദ്യത്തെ ദിവസം തൊട്ട് 100% ഇടാണെങ്കിൽ, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിവിൽ സർവീസസ് എന്തായാലും നേടിയിരിക്കും. ഡോക്ടർമാർക്കും IITക്കാർക്കും എഞ്ചിനീയർമാർക്കും മാത്രമൊന്നല്ല സിവിൽ സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 12th ഫെയിൽ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും മനോജ് ശർമ്മേനെ കുറിച്ച്. അതല്ലാതെ ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഹരികിഷോർ എസ് ഒരു MTech കഴിഞ്ഞ് PhD ഒക്കെ കഴിഞ്ഞ വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം 4ാമത്തെ അറ്റംപ്റ്റിലോ മറ്റോ ആണ് സിവിൽ സർവീസസ് നേടുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് പാരലൽ കോളേജിലൊക്കെ പോയി പഠിച്ച ഒരു വ്യക്തി, ട്രക്ക് ഡ്രൈവർ ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അതേ ബാച്ചിൽ സിവിൽ സർവീസസ് നേടിയതിനെ കുറിച്ച്, അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സിവിൽ സർവീസസ് പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ ഒന്നുമല്ല. നിങ്ങൾ അടിപതറി വീഴാതിരുന്നാൽ മാത്രം മതി. അടിപതറി വീണാൽ തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടായാൽ മാത്രം മതി. ഈ ഒരു 12th ഫെയിൽ സിനിമയില് അച്ഛൻ മനോജ് ശർമ്മയോടും പിന്നെ മനോജ് ശർമ്മ അച്ഛനോടും അവർ രണ്ടുപേരും തോറ്റു നിൽക്കുന്ന സമയത്ത് പറയുന്ന കവിതയിലെ ചില വരികളുണ്ട്. അടൽ ബിഹാരി വാജ്പേയി എന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി എഴുതിയ ഒരു കവിതയാണിത്. ആ കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: ഹാർ നഹി മാനൂങ്ക, റാർ നഹി ടാനൂങ്ക, കാൽ കെ കപാൽ പർ ലിത്താ മിട്ടാത്താ ഹൂ, ഗീത് നയാ ഗാത്താ ഹൂ, ഗീത് നയാ ഗാത്താ ഹൂ. അവിടെ തോറ്റു നിൽക്കുന്ന സമയത്ത് മനോജ് ശർമ്മ പറയുന്നത്, നമ്മൾ ഒരിക്കലും തോൽവി സമ്മതിക്കില്ലല്ലോ അച്ഛാ, നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കില്ലല്ലോ. കാലത്തിന്റെ പുസ്തകത്തിൽ ചിലപ്പോൾ ഒരു തോൽവി എന്നൊരു അധ്യായം വരും, പക്ഷെ നമ്മൾ പുതിയ അധ്യായങ്ങൾ രചിക്കും, വിജയത്തിൻ്റെതായിട്ടുള്ള അധ്യായങ്ങൾ. ആ ഒരു തോൽവിയുടെ അധ്യായം അല്ല മുഴച്ചു നിൽക്കാൻ പോകുന്നത്, വിജയത്തിന്റെ അധ്യായമാണ്. ആ വിജയത്തിന്റെ ഗാനം നമ്മൾ രാജ്യം മുഴുവൻ മാറ്റൊലിയായിട്ട് മാറ്റും. ഇല്ലേ, ഇന്ന് മാറ്റൊലിയല്ലേ? മനോജ് ശർമ്മയുടെ ജീവിതം നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ആ ഒരു ഇൻസ്പിറേഷൻ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ എന്തു വന്നാലും വിജയിച്ചെടുക്കും എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് സിവിൽ സർവീസസ് പരീക്ഷയെ കുറിച്ച് നോക്കാം. ഈ ഒരു പരീക്ഷയെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതൊരു IAS IPS പോസ്റ്റിലേക്കുള്ള പരീക്ഷയാണെന്നുള്ളതാണ്. അല്ല, ഇവിടെ മറ്റ് പല പോസ്റ്റുകളുണ്ട്. നമ്മളെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് ആവശ്യമായിട്ടുള്ള പല പോസ്റ്റുകൾ ഇവിടെ ഉണ്ട്. നമ്മളെ സ്കിൽ സെറ്റ്സിനനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാം. ആ ഒരു പോസ്റ്റുകളിലേക്ക് പോയിട്ടും അവിടെ എക്സൽ ചെയ്ത് ആ ഒരു എക്സലൻസ് കൊണ്ട് നമ്മൾ ആദരിക്കുന്ന പല വ്യക്തികളുണ്ട്. നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള S ജയശങ്കർ, അദ്ദേഹം ഒരു IFS ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിലെ അത്രയും വലിയൊരു എക്സലൻസ് അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആവുന്നതിൽ വളരെ വലിയൊരു കാരണമായിട്ടുണ്ട്. പിന്നെ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ഒരു IRS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊഫഷണൽ പീരീഡിൽ കിട്ടിയിട്ടുള്ള പല എക്സ്പീരിയൻസസും അദ്ദേഹത്തിന്റെ ആ ഒരു കാലിബറുമാണ് അദ്ദേഹത്തെ പിന്നീട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിർമ്മിക്കാനും ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഒക്കെ തോൽപ്പിച്ച് ഡൽഹിയിലെ ഭരണമൊക്കെ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. അടുത്ത വ്യക്തിനെ നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല, റെബേക്ക തോമസ്. ഇപ്പൊ നമ്മളുടെ ഡെപ്യൂട്ടി CAG ആണ്. ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ് ആണ് ഓപ്റ്റ് ചെയ്തത്. ഇവിടെയാണ് നിങ്ങൾ സർവീസുകൾ കാണുന്നത്. ആദ്യം തന്നെ ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട്. ഇതിന്റെ ഭാഗമാണ് IAS, നമ്മുടെ IPS ഒക്കെ. പിന്നെ IFOSും കൂടി ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസും കൂടി ഉണ്ട്. ഇവിടെ ഓൾ ഇന്ത്യ സർവീസസ് നമ്മൾ പറയുമ്പോൾ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് UPSC വഴി നമ്മളെ റിക്രൂട്ട് ചെയ്തിട്ട് ഓരോ സംസ്ഥാനങ്ങളിലോട്ടാണ് നമ്മളെ പ്രവർത്തിക്കാനായിട്ട് അയക്കുന്നത്. സംസ്ഥാനങ്ങളാണ് പിന്നെ നമുക്ക് സാലറി ഒക്കെ തരുന്നത് ഈ ഓൾ ഇന്ത്യ സർവീസസിലോട്ട്. അതേസമയം ഗ്രൂപ്പ് A സർവീസസും ഗ്രൂപ്പ് B സർവീസസ് എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള സർവീസുകളാണ്. ഇവിടെ നിങ്ങൾ ഇന്ത്യൻ ഫോറിൻ സർവീസ്, നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ പല സ്ഥലത്തും റെപ്രസെന്റ് ചെയ്തൊക്കെ നമ്മൾ പോണു. അതുപോലെ തന്നെ ഇന്ത്യൻ P&T അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസ്, ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, അങ്ങനെ കുറെ അധികം സർവീസുകൾ, ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ്, കുറെ അധികം സർവീസുകൾ അവിടെ വരുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് B സർവീസസിലും കുറച്ചധികം സർവീസുകൾ വരുന്നുണ്ട്. ഇവിടേക്കൊക്കെ നമ്മളുടെ സിവിൽ സർവീസസ് പരീക്ഷയുടെ 3 ഘട്ടങ്ങളും, അതായത് പ്രിലിമിനറി, മെയിൻസ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ ഘട്ടങ്ങൾക്കൊക്കെ ശേഷം റാങ്ക് ലിസ്റ്റ് ഫോം ചെയ്യുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ തന്നെയാണ് ഈ സർവീസുകളിലോട്ടൊക്കെ പോകുന്നത്. അത്യാവശ്യം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ തന്നെയാണ്, നമ്മളെ രാജ്യത്തെ സേവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പോസ്റ്റുകൾ തന്നെയാണ് ഈ ഒരു പരീക്ഷയിലൂടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മിനിമം ഏജ് ഒരു ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് 21 വയസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഏജ് 32 വയസ്സാണ്. നിങ്ങൾ OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, 35 വയസ്സ് വരെ പോവാം.
നിങ്ങൾ SC ST ആണെങ്കിൽ വീണ്ടും റിലാക്സേഷൻ ഉണ്ട്, 37 വയസ്സ് വരെ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 42 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി അറ്റംപ്റ്റുകളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആദ്യമൊക്കെ നമ്മളുടെ മനോജ് കുമാർ ശർമ്മയുടെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് ഓൾമോസ്റ്റ് ഒരു 4 അറ്റംപ്റ്റ് ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് പണ്ടത്തെ കാലത്താണ്. ഇപ്പോൾ 6 അറ്റംപ്റ്റ് ആണ് ഉള്ളത്. നിങ്ങൾ OBC ആണെങ്കിൽ 3 എക്സ്ട്രാ അറ്റംപ്റ്റ്സ് കിട്ടും, 9 അറ്റംപ്റ്റ്. SC ST ആണെങ്കിൽ നിങ്ങൾക്ക് റെസ്ട്രിക്ഷനേ ഇല്ല, എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു 37 വയസ്സ് എന്ന മാക്സിമം ഏജിന്റെ ഉള്ളിൽ നിൽക്കണം എന്ന് മാത്രം. നിങ്ങൾ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ ജനറൽ ആണെങ്കിൽ 9 അറ്റംപ്റ്റ്, നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 9 അറ്റംപ്റ്റ്, നിങ്ങൾ SC ST ആണെങ്കിൽ നോ റെസ്ട്രിക്ഷൻ. ഇങ്ങനെയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിന്റെ ആ ഒരു പരീക്ഷ ഷെഡ്യൂൾ നമുക്കിനി നോക്കാം. ഇപ്പോൾ ഈ അടുത്താണ് ഇതിന്റെ രജിസ്ട്രേഷനൊക്കെ, ഈ ഒരു അറ്റംപ്റ്റിനുള്ള രജിസ്ട്രേഷൻ ഒക്കെ വന്നത്. ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും. പ്രിലിംസ് എക്സാം ഒരു ജൂൺ, ഇപ്പോൾ മെയ് അവസാനമാണ്, മെയ് 26-നാണ്. അപ്പോൾ മെയ് അവസാനം ജൂൺ തുടക്കം, അങ്ങനത്തെ ഉള്ള രീതിയിലാണ് പ്രിലിംസ് എക്സാം വരിക. ഇതിന്റെ മെയിൻസ് എക്സാം സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലായിരിക്കും. അതിനുശേഷം അടുത്ത ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും, ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ തുടങ്ങും. ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്നത് ഏപ്രിൽ മെയ്, അതായത് നിങ്ങളുടെ അടുത്ത ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ 2024 അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2025 പ്രിലിംസിന് തൊട്ട് മുൻപായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ റിസൾട്ട്, ആ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങളൊരു ജോലിയിൽ കടന്നോ എന്നുള്ളത് വരാൻ പോകുന്നത്. ഇനി അതിനുശേഷം കാണേണ്ടത് ഇതിന്റെ ഒരു എക്സാമിനേഷൻ സ്ട്രക്ചറാണ്. നമ്മൾ കണ്ടില്ലേ, ഫെബ്രുവരിയിൽ നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് നമുക്കൊരു മെയ് അവസാനം ജൂണിലൊക്കെ ആയിട്ട് നമുക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് MCQ, നിങ്ങൾ ബബിൾ ചെയ്ത ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത്. 2 പേപ്പറാണുള്ളത്. രാവിലെ നിങ്ങൾക്കൊരു GS പേപ്പർ ഉണ്ടാവും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് GS പേപ്പർ 2 ഉണ്ടാവും. ആദ്യത്തെ GS പേപ്പർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ജനറൽ നോളേജ്, ഇന്ത്യൻ പോളിറ്റി, അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ GS പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ എബിലിറ്റി, നിങ്ങളുടെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ സ്കിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. 9 പേപ്പറാണുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കും. അതിനൊക്കെ ശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇവിടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ മാർക്ക് ക്വാളിഫയിങ് ആണ്. നിങ്ങൾ കട്ട് ഓഫ് കടന്നാൽ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്യാം. പക്ഷെ മെയിൻസിന്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇവിടെ പ്രിലിമിനറി എക്സാമിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രിലിമിനറി എക്സാമിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ആദ്യത്തെ GS പേപ്പർ 1നെ കുറിച്ച് ഞാൻ പറഞ്ഞു. രാവിലെ 9 മുതൽ 11:30 വരെ ആയിരിക്കും. ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 100 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതം. അപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ നെഗറ്റീവ് 2/3 ആണ് നിങ്ങൾക്കൊരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ വരിക. ടോട്ടൽ മാർക്ക് 200-ലായിരിക്കും. അവിടെ നിങ്ങൾ GS പേപ്പർ 1 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ എക്കോണമി, സയൻസസ്, അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കും നോക്കേണ്ടി വരിക. കട്ട് ഓഫ് ഓരോ വർഷവും മാറും. ഇവിടെ ഒരു സ്റ്റിപ്പുലേറ്റഡ്, ഒരു സ്പെസിഫിക് കട്ട് ഓഫ് ഒന്നും ഇല്ല. അതേസമയം നിങ്ങൾ പേപ്പർ 2-ലോട്ട് പോകുമ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 80 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടോട്ടൽ 200 മാർക്ക് എത്തുക എന്ന ആ ഒരു രീതിയിൽ അവിടെ ആ 80 ചോദ്യങ്ങൾക്ക് മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും. 2 മാർക്കിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് പോസിറ്റീവ് അഥവാ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിന് കിട്ടുന്നത്, അതിന്റെ 1/3 മാർക്കാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് വരിക. അപ്പോൾ മുൻപത്തേല് 0.66 ആയിരുന്നു നെഗറ്റീവ് എങ്കിൽ ഇവിടെ 0.83 ആണ്. കാരണം 2 മാർക്കല്ല പോസിറ്റീവ് മാർക്ക്, 2 മാർക്കിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്. 200 എത്തിക്കാനായിട്ട്, 80 ചോദ്യങ്ങൾക്ക് 200-ലോട്ട് എത്താനായിട്ട് 2-നേക്കാളും കുറച്ചും കൂടെ മാർക്ക് ഉണ്ടാവും. ഇവിടെ പക്ഷെ കട്ട് ഓഫ് എന്നുള്ളത് ഒരു സ്പെസിഫിക് കട്ട് ഓഫ് ഉണ്ട്. നിങ്ങൾ 33% മാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും വളരെ ഈസിയാണെന്ന്, പക്ഷെ പലരും ഇതിനെ വളരെ ഈസി ആയിട്ട് എടുത്തിട്ട് ഇവിടെ മാർക്ക് കളഞ്ഞുകൊണ്ട് ക്ലിയർ ചെയ്യാതെ പോവാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ UPSC പ്രിലിംസിന്റെ സിലബസ് സ്പെസിഫിക് ആയിട്ടാണ്. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമുക്കറിയാം GS പേപ്പർ 1 ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ഇതിന്റെ ഒക്കെ ബുക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ അവസാനം പറയുന്നതാണ്. നമ്മൾ ഒരു കോംപ്രഹെൻസീവ് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. മെയിൻസിനും പ്രിലിംസിനും ഒരേ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ബുക്സ് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പേപ്പർ 2-ല് CSAT-ലോട്ട് വരുമ്പോൾ
കുറച്ചും കൂടെ കോംപ്രഹെൻഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, ജനറൽ മെന്റൽ എബിലിറ്റി, ബേസിക് ന്യൂമറസി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ബേസിക് ന്യൂമറസി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ആണ് പറയുന്നതെങ്കിലും പലപ്പോഴും ഈ അടുത്തൊക്കെ സീസാറിനെ കുറിച്ച് വളരെയധികം വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാറ്റിന് വരെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിന്റെ ബുക്ക് ലിസ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം. അപ്പോൾ സിവിൽ സർവീസസ് എക്സാം പാറ്റേണിൽ നമ്മളെ മെയിൻസിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആദ്യം തന്നെ പേപ്പറെ നമ്മളുടെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ മലയാളം ആയതുകൊണ്ട്, നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളം ഓപ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് ക്വാളിഫയിങ് മാർക്ക് മാത്രമാണ് വേണ്ടത്. ഈ 300 മാർക്ക് എന്നുള്ളതിൽ 25% മാർക്ക് വേണം. പേപ്പർ ബി, അത് നിങ്ങൾ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് 300 മാർക്കിലാണ് ആ ഒരു എക്സാം വരിക. അവിടെ നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്ക് മാത്രമാണ് വേണ്ടത്. അതിനുശേഷമാണ് പേപ്പർ 1, പേപ്പർ 2 ഒക്കെ വരുന്നത്. ശരിക്കും പരീക്ഷയുടെ ആ ഒരു സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ പേപ്പർ 1 ആയിരിക്കും ആദ്യത്തെ ദിവസം, പിന്നത്തെ ദിവസം പേപ്പർ 2ഉം പേപ്പർ 3യും. ഒരു വെള്ളിയാഴ്ച ആയിരിക്കും പേപ്പർ 1 ഉണ്ടാവുക. ശനിയാഴ്ച പേപ്പർ 2ഉം പേപ്പർ 3യും രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഞായറാഴ്ച പേപ്പർ 4ഉം പേപ്പർ 5ഉം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച നിങ്ങൾക്ക് ഈ ക്വാളിഫയിങ് പേപ്പേഴ്സ് ഇല്ലേ, അതൊരു ശനിയാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ടുണ്ടാവും. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച, നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷണലിൻ്റെ പേപ്പർ 6ഉം പേപ്പർ 7ഉം ഉണ്ടാവുന്നതാണ്. അപ്പോൾ പേപ്പർ 1ൽ നിങ്ങൾക്ക് വരുന്നത് എസ് എ ആണ്, 250 മാർക്കിലാണ്. പേപ്പർ 2ൽ നിങ്ങൾക്ക് GS1, ഇത് കുറച്ചും കൂടെ ഹിസ്റ്ററി, ജോഗ്രഫി, കുറച്ച് സോഷ്യൽ ജസ്റ്റിസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. GS2ലോട്ട് നിങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ പോളിറ്റി, ഗവേണൻസ് പോലുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ് അവിടെ തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പേപ്പർ 4ലോട്ട് വരുമ്പോൾ, അവിടെ GS3ലോട്ട് വരുമ്പോൾ നമ്മളുടെ എക്കോണമി ഒക്കെ അവിടെ വരുന്നത്. ടെക്നോളജി, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ GS3ലാണ് വരുന്നത്. GS4ലാണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ എത്തിക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ ഈ ഒരു സിവിൽ സർവീസസ് പരീക്ഷകളിൽ ഈ അടുത്തൊരു റിഫോം നടന്നപ്പോൾ 2013 മറ്റും ഒരു റിഫോം നടന്നപ്പോഴാണ് ഈ ഒരു എത്തിക്സ് എന്നൊരു പേപ്പർ ആഡ് ചെയ്തത്. പിന്നെ പേപ്പർ 6ഉം പേപ്പർ 7ഉം അവിടെ വരുന്നത് നിങ്ങളുടെ ഓപ്ഷണൽസ് ആണ്. നിങ്ങൾക്ക് ഏത് ഓപ്ഷണൽസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷണൽസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഓപ്ഷണലിൻ്റെതായിട്ടുണ്ട്. പിന്നെ കുറേ അധികം സ്കോറിംഗ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് ആന്ത്രോപോളജി, സോഷ്യോളജി പോലുള്ള ഓപ്ഷണൽസ് ആണ്. പിന്നെ മറ്റ് ഓപ്ഷണൽസ് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരായിട്ടുള്ളവരൊക്കെ മെഡിസിൻ ഓപ്ഷണലായിട്ട് എടുക്കാറുണ്ട്. പിന്നെ ചിലർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കാറുണ്ട്. അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷണൽസ് തന്നെ നമ്മളുടെ ആ ഒരു സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് UPSC നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓപ്ഷണലിന് ഓരോ പേപ്പറിനും 250 മാർക്ക് വീതമുണ്ട്. അപ്പോൾ 500 മാർക്കും ഈ ഒരു 1750 എന്ന ടോട്ടൽ മാർക്കിൽ 500 മാർക്കും വരുന്നത് നമ്മുടെ ഓപ്ഷണലിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്യുന്നു? ചില ഓപ്ഷണലുകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു 300+ ഒക്കെ കിട്ടും. ആ ഒരു 300+ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻസ് ക്വാളിഫൈ ചെയ്ത് ഇന്റർവ്യൂവിന് പോകും എന്നുള്ളത് അത്യാവശ്യം ഉറപ്പാണ്. ഈ 500 മാർക്കിലാണ് പരീക്ഷയെങ്കിലും 300 ഒക്കെയാണ് മാക്സിമം ഒക്കെ ആൾക്കാർക്ക് കിട്ടാറുള്ളൂ. ഈ SA പോലുള്ള പരീക്ഷകൾക്കൊക്കെ 250 ഒക്കെയാണെന്ന് പറഞ്ഞില്ലേ, 100 കടന്നാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്കാണ്. ചിലര് ഈ SAയിലൊക്കെ 150 ഒക്കെ എത്താറുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല മാർക്കുകൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ 1750 എന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുകളുടെ ടോട്ടലില് നിങ്ങൾക്ക് വെറും ഒരു 750യുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻസ് ക്വാളിഫൈ ആവും. അതിനുശേഷം ഇന്റർവ്യൂവിൽ 200 ഒക്കെയാണ് അത്യാവശ്യം നല്ല സ്കോർ. 200ന്റെ തൊട്ട് മുകളിലൊക്കെ പോകാറുള്ളൂ. അവിടെയും ഒരു 200 റീജിയനിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിവിൽ സർവീസസിലെ ഒരു പോസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കഴിയും. നമ്മളുടെ ഇന്റർവ്യൂവിൽ 275 ആണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 200 ഒക്കെ നേടിയാൽ മതി. 200ന്റെ തൊട്ട് മുകളിലൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്കോറാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ ഇന്റർവ്യൂവിലൊക്കെ ടോപ്പർ ആയിട്ടുള്ള പല വ്യക്തികളുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒക്കെ ബുക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, GS പേപ്പർ 1ന് എന്തൊക്കെയാണ് വരുന്നത്? ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു പേപ്പർ 1ൽ മെയിൻസിന് നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യയോ അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യയോ ഇല്ല. പക്ഷെ പ്രിലിംസിന് നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യയും മിഡീവൽ ഇന്ത്യയും വേണം. അപ്പോൾ ആൻഷ്യന്റ് ഇന്ത്യക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ബുക്കാണ് RS ശർമ്മ എന്ന് പറഞ്ഞ ഓൾഡ് NCERT. അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യയിലോട്ട് നിങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ബുക്കാണ് സതീഷ് ചന്ദ്രയുടെ ഓൾഡ് NCERT. ഇനി നിങ്ങൾ മോഡേൺ ഇന്ത്യയിലോട്ട് വരുമ്പോൾ മോഡേൺ ഇന്ത്യ നമുക്ക് മെയിൻസിനുണ്ട്. ആ മോഡേൺ ഇന്ത്യക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ബുക്കാണ് സ്പെക്ട്രത്തിന്റെ മോഡേൺ ഇന്ത്യ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക്. നിങ്ങൾ മാക്സിമം
കുറവ് ബുക്കുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് മോർ റിവിഷൻ ആണ് സിവിൽ സർവീസസ് പ്രിപ്പറേഷനിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആപ്തവാക്യം. അപ്പം മോഡേൺ ഇന്ത്യ കഴിഞ്ഞതോടുകൂടെ ഹിസ്റ്ററി ചില ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊരു ഭാഗമുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചറിനായിട്ട് നിങ്ങൾക്ക് നിതിൻ സിംഗാനിയയുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊരു ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫൈൻ ആർട്സിന്റെ ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഹിസ്റ്ററി അവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ കുറേ പേര് റെഫർ ചെയ്യാറുള്ളത് GC ലിയോങ്ങിന്റെ ടെക്സ്റ്റാണ്. പിന്നെ NCERTs ക്ലാസ് 11ലെയും 12ലെയും എന്തായാലും നിങ്ങൾ നോക്കണം. എല്ലാവരും പറയാം NCERTCയുടെ 6th തൊട്ടുള്ളൊരു ബേസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ ജോഗ്രഫി കഴിഞ്ഞു. പിന്നെ സോഷ്യൽ ജസ്റ്റിസിന് നിങ്ങൾക്ക് NCERTസും മറ്റ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പേപ്പർ 2ലോട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ പോളിറ്റി ആണ്. ആ ഇന്ത്യൻ പോളിറ്റിയിൽ നിങ്ങൾക്ക് M ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പ്രിലിംസിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇന്ത്യൻ ഗവേണൻസിലും ലക്ഷ്മികാന്തിന്റെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ് നിങ്ങൾക്ക് കുറേ അധികം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന കാര്യമാണ്. അതിനുശേഷം നിങ്ങൾക്ക് GS 3ലോട്ട് വരുമ്പോൾ എക്കോണമിക് ആയിട്ട് നിങ്ങൾക്ക് പല ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ശങ്കർ ഗണേഷിന്റെ ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം ചെറിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിതിൻ സിംഗാനിയയുടെയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ 2 ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിതിൻ സിംഗാനിയ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ അതിനുശേഷം നിങ്ങൾ എൻവയോൺമെന്റിലോട്ട് വരുമ്പോൾ എൻവയോൺമെന്റിന് PMF IASന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ശങ്കർ IASന്റെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ബുക്സിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കവറേജ് കിട്ടുന്നതാണ്. ഇത് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് ഈ എൻവയോൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ എക്കോണമി ആണെങ്കിലും ഇന്ത്യൻ പോളിറ്റി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ആർട്ട് ആൻഡ് കൾച്ചർ ഒഴികെയുള്ള ബാക്കിയുള്ള ആൻഷ്യന്റ് ഇന്ത്യ മോഡേൺ ഇന്ത്യ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പ്രിലിംസിൽ വളരെയധികം ചോദിക്കാറുണ്ട്. ഈവൻ ആർട്ട് ആൻഡ് കൾച്ചറും ചോദിക്കാറില്ലെന്നൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ബേസ് ബുക്സ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തേണ്ട ബുക്സ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ NCERTs ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അവസാനം കറണ്ട് അഫയേഴ്സിനൊക്കെ ആയിട്ട് PT 365 എന്ന് പറഞ്ഞിട്ട് വിഷൻ IASന്റെ ഒരു കോമ്പിലേഷൻ വരും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മന്ത്ലി കോമ്പിലേഷൻസ് കിട്ടും. ദ ഹിന്ദു അടിപൊളിയായിട്ട് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ആദ്യം തന്നെ ഇന്ത്യൻ എക്കോണമിയും ഇന്ത്യൻ പോളിറ്റിയും കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ദ ഹിന്ദു അടിപൊളിയായിട്ട് വായിക്കാൻ പറ്റും. കാരണം ഓരോ കോൺസെപ്റ്റും ആ പത്രത്തിൽ നിങ്ങൾ കാണുമ്പോൾ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തോട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യം തുടക്കക്കാരെന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇവിടുത്തെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ഇൻഫോംഡ് ആയിട്ട് മാത്രം നിങ്ങൾ ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ കരിയറിലെ വലിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.